ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വിചാരിച്ചു വൈകിട്ടത്തേക്കിന് ഒരു റാപ്പ് ഉണ്ടാക്കാമെന്ന്. അതാകുമ്പം എളുപ്പപ്പണിയാണ്, വലിയ പണിയൊന്നും എടുക്കാൻ വേണ്ട. നമുക്ക് കയ്യിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്നാൽ കുറച്ച് ഹെൽത്തിയുമായിട്ട് കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടേന്നൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ലോറ ഇപ്പോൾ നല്ല ഉറക്കമാണ്. അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ എൻ്റെ പണിയൊക്കെ തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളും വാ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓൾറെഡി ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി പണി കുറച്ചുകൂടെ എളുപ്പമായി കിട്ടും. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയായിട്ടുണ്ട്. സുഖമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുക, കഴിക്കുക, കറങ്ങാൻ പോകുക, ഇത് തന്നെ റിപ്പീറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സമയമുണ്ട്, ശരിയാക്കണം. ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ അകത്ത് ചേർത്ത് വെക്കുന്ന മസാല നമ്മുടെ വീട്ടിലുള്ളത് തന്നെയൊക്കെ തന്നെ, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ചേർത്തില്ല. പിന്നെ ഇച്ചിരി തൈര് ചേർത്തിട്ടുണ്ട്. ചിക്കനൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ജീരകപ്പൊടി ചേർക്കാം, വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇച്ചിരി ചേർത്താൽ മതി, അത്രയൊക്കെ. എന്നിട്ടൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടിനി നമുക്ക് കുറച്ച് സാലഡും കൂടെ എന്തെങ്കിലും ഒന്ന് ചേർക്കണം, ചിക്കൻ മാത്രം പോരല്ലോ. അപ്പം ഞാനിവിടെ കുറച്ച് ലെറ്റ്യൂസും ക്യൂക്കമ്പറും ടൊമാറ്റോ കുറച്ച് സവോളയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിവിടെ സവാള ഗിരിഗിരി ചെയ്യാം. സവാള ഇട്ടൊക്കെ കട്ട് ചെയ്ത്, എനിക്ക് നാട്ടിലത്തെ സവാള ഉള്ളത് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നു. ഇവിടുത്തെ സവാളയെക്കാട്ടിലും നമുക്കത് തോന്നിയിട്ടുണ്ടോ? കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് നാട്ടിലത്തെയാണ്. പിന്നെ എവിടെ ചെന്നാലും നമ്മളെല്ലാ ഫുഡും കഴിച്ച് എല്ലാം ഒക്കെ ആവണമെന്നാണല്ലോ. ഒത്തിരി സവാള വേണ്ട, അത് കുറച്ച് സവാള. ഓക്കെ, സവാള കട്ട് ചെയ്ത് ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ലെറ്റ്യൂസും ക്യൂക്കുംബറും എല്ലാം കട്ട് ചെയ്ത്. എനിക്ക് വെജിറ്റബിളൊക്കെ ഒത്തിരി കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നെ കണ്ടാലും പറയുമല്ലോ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ കുറച്ച് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിവിടെ ഏത് ഫ്രൂട്ട്സ് കിട്ടിയാലും ഞാൻ അത് കഴിക്കും. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഫ്രൂട്ട്സ് തീരെ താല്പര്യമില്ല. ശരിക്കും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാ ഫ്രൂട്ടും ഇരുന്ന് കഴിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ മാറണ്ട. അങ്ങനെതാ ഇതൊക്കെ അറിയാൻ തുടങ്ങി. ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ടൊക്കെ എന്തൊരു സുഖമായിരുന്നു. വൈകിട്ട് എന്തുണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുന്നു എന്ന് ആലോചിക്കേ വേണ്ടായിരുന്നു. വന്ന് ഫുഡ് മാത്രം കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പം എനിക്ക് തന്നെ ഒരു ജോലി ചെയ്യുന്നതിനേക്കാളും വലിയ ടെൻഷൻ നാളെ എന്തുണ്ടാക്കും, ഇന്ന് വൈകിട്ട് എന്തുണ്ടാക്കും എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണോ? അത് എനിക്ക് മാത്രമുള്ള ഒരു ഫീലാണോ? അത് എന്തായാലും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റാപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എളുപ്പമാണല്ലോ, നമ്മുടെ പണിയും പെട്ടെന്ന് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കയ്യിലുള്ളത് മാത്രമേ ഞാനിപ്പോൾ ചേർക്കും. ഈ റൊട്ടി കൊണ്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇത് കഴിഞ്ഞ ദിവസം ചെറിയ ഇവിടെ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ, അവിടെ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അത് മറ്റേ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. അവർ ഫ്രഷായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കി വെച്ചത്. വലിയ റൊട്ടി ഉണ്ടോ? ഇതിനിവിടെ സാജം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വെച്ച് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അവക്കാട് അത്ര ഫേവറേറ്റ് ഒന്നും അല്ല എൻ്റെത്. പക്ഷെ എങ്ങനെയും ഇതൊക്കെ അകത്ത് ചെല്ലുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ ഓർത്തു ഈ ചിക്കനും ഒക്കെ കൂടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് വലിയ പ്രശ്നം വരില്ല. അങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഞാൻ ബാക്കി വെജിറ്റബിൾസും പിന്നെ ഉപ്പ്, ഇച്ചിരി കേർഡ്, മസ്റ്റാർഡ് പേസ്റ്റ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ അകത്ത്. ഞാൻ കൂടുതൽ അഡീഷണലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇനി നമ്മുടെ ചിക്കൻ ഇതുപോലെ കുനുകുനാന്നരിയാം, ഇല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തോട്ട് ആദ്യമേ ഇച്ചിരി ഗാർലിക് സോസ് ഒഴിച്ചു. പിന്നെ ഇത് സിറാച്ച് ഒരു ഇച്ചിരി സ്പൈസി ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ചിക്കനും വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഗാർലിക് സോസോ ഇനി വേറെ ഏതെങ്കിലും സോസസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാം സെറ്റാക്കി എൻ്റെ രീതിയിൽ, എനിക്കറിയുന്ന രീതിയിൽ ഞാനിത് ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്നുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് കഴിക്കാവുന്ന. ചെറുതായിട്ട് മാറിയിട്ടുണ്ട്.
കഴിച്ചു നോക്കാൻ. നിങ്ങൾക്ക് എങ്ങനെ ഇടയിൽ ഇത് റാപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ റാപ്പ് ചെയ്തൊക്കെ ഇതിങ്ങനെ ആയിരുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത്രയും സൈസ് വേണമെങ്കിൽ അത് ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അടിപൊളി, മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇത് ഈ നാൻ കിട്ടണം എന്നൊന്നുമില്ല, നമ്മുടെ കുബൂസൊക്കെ കിട്ടുമല്ലോ, അത് വെച്ചും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാം. ഇല്ല ടോട്ടല കിട്ടും, അത് വെച്ചും ട്രൈ ചെയ്യാം. പക്ഷെ സംഭവം കൊള്ളാം, ഹെവിയാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി. എന്തായാലും മസ്റ്റ് ട്രൈ സാധനമാണ്. ഈ മറ്റൊരു വീഡിയോ കാണാം. ബൈ.